മഴ മാറിയെങ്കിലും കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ ജലനിരപ്പ് ഉയർന്നത് നെൽകൃഷിയെ സാരമായി ബാധിച്ചു. കൊയ്ത്തിനു ഭാഗമായ നെല്ലും വിത നടന്നിരുന്ന പാടവുമെല്ലാം വെള്ളത്തിലായതോടെ കർഷകർക്കുണ്ടായിരിക്കുന്നത് വലിയ സാമ്പത്തിക നഷ്ടമാണ്. നീണ്ടൂർ പഞ്ചായത്തിലെ വടക്കേ താഴത്തുകുഴി പാടശേഖരത്ത് മടവീഴ്ചയെ തുടർന്ന് 135 ഏക്കറിലധികം വരുന്ന പാടം വെള്ളത്തിലായി. ഞങ്ങൾ കൃഷിക്കുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വിത്ത് മുളപ്പിച്ച് വെച്ചിരിക്കുകയാണ്. 100 ഏക്കർ മുകളിൽ ഇപ്പോൾ വിളച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ ആർക്കും കൃഷി എങ്ങനെയാണെന്ന് പോലും പറയാൻ മേലാത്തൊരവസ്ഥയിലാണ്. അത്രയ്ക്കും അതിശക്തമായ വെള്ള കയറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. മടവീഴ്ചയെ തുടർന്ന് വെള്ളമിരച്ചു കയറി വിതച്ചതെല്ലാം ഒലിച്ചുപോയി. വീണ്ടും വിത്തിറക്കണമെങ്കിൽ വലിയ സാമ്പത്തിക ബാധ്യതയാണ് കർഷകർക്കുണ്ടാവുക. ഉഴവെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അതിൻ്റെ മരുന്നുമെല്ലാം അടിച്ച് വെള്ളം കയറ്റി കവടക്കെല്ലാം കിളിപ്പിച്ച് ഇപ്പം വിതയ്ക്കാനുള്ള സംവിധാനമായി ഒരു 100 ഏക്കർ ഇപ്പം ഞങ്ങൾ വിതച്ച് കഴിഞ്ഞു. ബാക്കിയുള്ള എല്ലാവരും വിത്തെല്ലാം കെട്ടി വിതയ്ക്കാനുള്ള എല്ലാ സജ്ജീകരണം ഇറക്കിയപ്പോഴാണ് നമുക്ക് ഈ ഒന്നും പ്രതീക്ഷിക്കാത്ത ഈ വർഷം ഉണ്ടായി അതിയായ വെള്ളപ്പൊക്കം എന്ന് വേണം പറയും. നമ്മുടെ ഈ ബണ്ടെല്ലാം കവിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ പാടശേഖരത്ത് 40 ഏക്കറോളം പാട്ടത്തിനെടുത്ത് കൃഷി നടത്തിയിരുന്ന വൈക്കം ഉല്ലല സ്വദേശി ഷിമ്മിക്ക് വലിയ സാമ്പത്തിക നഷ്ടമാണുണ്ടായത്. ഈ വർഷം ഞങ്ങൾ നേരത്തെ ചെയ്യാമെന്നുള്ള ലക്ഷ്യത്തിൽ പാടശേഖരം ഒരുക്കി പകുതി നിലങ്ങളിൽ കൂടുതൽ വിതച്ച് ഏതാണ്ട് 100 ഏക്കർ അടുത്ത് നിലം വിതയ്ക്കുകയും ചെയ്തതാണ്. അനിയന്ത്രിതമായൊരു വെള്ളപ്പൊക്കം ഉണ്ടാകുകയും ഞങ്ങൾക്ക് പിടിച്ചാൽ കിട്ടിയാലാത്ത രീതിയിലുള്ളൊരു നാശനഷ്ടമാണ് ഇതുപോലെ ഉണ്ടായിരിക്കുന്നത്. കൈപ്പുഴ 400 പടവ് പാടശേഖരത്ത് കൊയ്ത്തിനു ഭാഗമായ നെൽകൃഷി വെള്ളത്തിലായി. ഈ മാസം 20-ന് കൊയ്ത്ത് നടത്താനിരുന്നതാണ്. വെള്ളം കയറി നെല്ല് വീണതോടെ ഇനി യന്ത്രമിറക്കി കൊയ്ത്ത് നടത്താനാകില്ല. എത്ര ഏക്കറിൽ ഇപ്പം അടിഞ്ഞിട്ട് കാണുമായിരിക്കും? മൊത്തം അടിഞ്ഞ് മെഷീൻ ഇറക്കാൻ പറ്റില്ല. നീണ്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും നേതൃത്വത്തിൽ നാശനഷ്ടത്തിന്റെ കണക്കെടുപ്പ് നടന്നുവരികയാണ്. മാതൃഭൂമി ന്യൂസ്, കോട്ടയം.